ഇന്നലെ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെയാണ് ധനമന്ത്രി ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്താണെങ്കിലും ഇടുക്കിക്കും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളിൽ ജനങ്ങളുടെ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാവുന്നത്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ് തീർത്തും ജനകീയവും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന നിരവധി നേട്ടങ്ങളാണ് ഇത്തവണ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഹൈറേഞ്ച് മേഖലയിൽ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയും ഭാവി വികസനത്തിന് ഹൈറേഞ്ച് മേഖലയിലെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കട്ടപ്പന കമ്പം തുരങ്കപാത. അതിന് സാധ്യതാ പഠനത്തിന് 10 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ബജറ്റ് തീർത്തും ജനകീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഈ സംസ്ഥാന ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിന് എനിക്ക് തോന്നുന്നു വർഷങ്ങളായി എല്ലാ ബഡ്ജറ്റിലും ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫണ്ട് അനുവദിക്കുന്നത് മാത്രമല്ല, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. അതിന് നിസാര ടോക്കൺ ഇട്ട് ആ പദ്ധതി നിലനിർത്തി മുന്നോട്ട് പോകുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഗ്രാമീണ റോഡുകൾക്കും പൊതുവായ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയായി പറയുകയാണെങ്കിൽ ഖജനാവിൽ പൂച്ചവെച്ച് കിടക്കുന്നു എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയും ഭരണ സ്ഥാപനവും ഉള്ളപ്പം ഇത്രയും വലിയ ബഡ്ജറ്റുകൾ ഇട്ടാൽ അത് അടുത്ത വരുന്ന ഒരു മന്ത്രിസഭയ്ക്ക് കൊടുത്തു കൊടുക്കാനാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ബഡ്ജറ്റ് ജനകീയ ബഡ്ജറ്റാണ്. കാർഷിക മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും എല്ലാം നന്നായി ഫണ്ട് അനുവദിച്ച ഒരു ബഡ്ജറ്റാണ്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോൾ നല്ല ബഡ്ജറ്റ് ആയ ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷേ ഉമ്മൻചാണ്ടി പോയപ്പോൾ 1 കോടി 1 ലക്ഷം കോടി കടമായിരുന്നു. എന്നാൽ ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയാണ് കടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കടം വരുന്ന ഏത് സർക്കാർ വന്നാലും വൻ ബാധ്യതയാകും. അതുകൊണ്ട് ഇത് നടപ്പാകാൻ ഒരു സാധ്യതയില്ല. വെറുതെ മറ്റുള്ളവരെ വിളിപ്പിക്കാനുള്ള പരിപാടി മാത്രമാണ് ഈ ബഡ്ജറ്റ്. കേരള സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റ് ജനകീയ ബഡ്ജറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് സാധുക്കളായ ആൾക്കാർക്ക് ഗുണകരമാണ്. അതായത് ഓട്ടോ ടാക്സി ഓടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ആശ്വാസകരമായ ഒരു ബഡ്ജറ്റ് ആണെന്ന് ഇതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവരൊക്കെയാണ് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നത്. തൂക്കുപാലത്തിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.